നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ആഹ്ലാദത്തിന്റെ കേളിക്കോട്ടുമായി വരുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അനുഭവങ്ങളുടെ ചലച്ചിത്രങ്ങളുമായി ഇതാ നമ്മുടെ കൂട്ടുകാർ റെഡി. കാണാം കാട്ടിലെ കൂട്ടുകാർ. നാളെ മുതലേ ഈ ബോള് നമുക്ക് വേണ്ട കേട്ടോ. അല്പം കാറ്റ് കുറവാ, അല്ലെങ്കിൽ പിന്നെ ഈ ബോളിൽ കാറ്റ് നിറയ്ക്കണം. ഇതാണ് ഗംഭീരോ. ഞാനേ കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് വിളവെടുത്ത് വിൽക്കും. വീട്ടിലേക്ക് വരുമാനമായല്ലോ. മോട്ടു ആള് കൊള്ളാമല്ലോ. അല്ല, നിങ്ങൾ ഇത് എവിടെ പോയതാ? ഞങ്ങള് കളിക്കാൻ പോയി വരുന്ന വഴിയോ? ഇനി വീട്ടിൽ പോയിട്ട് വേണം എന്തേലും കഴിക്കാൻ. അതെ അതെ, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് കേട്ടോ. എന്നാ നിങ്ങൾ ഇരിക്ക്, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. വാ, എന്താ കയറി ഇരിക്ക്. അങ്ങനെ? വാ പപ്പീസേ, വാ കേറിയിരിക്കും എല്ലാരും. എന്തൊക്കെയാണാവോ ഉണ്ടാവുന്നത്? അത്രയ്ക്ക് വലിയ സംഭവം ഒന്നും പ്രതീക്ഷിക്കണ്ട. മോട്ടുവിന്റെ വീടല്ലേ? ഇതാ കഴിക്ക്. കൊള്ളാലോ വീഡിയോ. വളരെ കളർഫുൾ ഐറ്റംസ് ആണ്. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? ഏയ്, ഒന്നുമില്ല. പലഹാരങ്ങൾ കണ്ടപ്പോഴേ പപ്പീസിന്റെ കണ്ണ് തള്ളിപ്പോയി. അതെ അതെ, കണ്ണ് തള്ളിപ്പോയി. നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പേരുത് കേട്ടോ. നിങ്ങൾ വഴക്കിടാതെ കഴിക്കുന്നേ. എടുക്ക, എല്ലാരും എടുക്ക. മോട്ടു, ഇതൊക്കെ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവുമോ? എല്ലാ ദിവസവും എന്നൊന്നും പറയാനാവില്ല, പക്ഷേ പപ്പ എന്തെങ്കിലും എല്ലാ ദിവസവും കൊണ്ടുവരും. മോട്ടുവിന്റെ പപ്പിക്ക് എന്താ ജോലി? പപ്പ കൂലിപ്പണിക്ക് പോയാ ഇതൊക്കെ വാങ്ങി തരുന്നത്. സമ്മതിക്കണം മോട്ടുവിന്റെ പപ്പയെ. അതെ അതെ, മോട്ടു നല്ല നല്ല പലഹാരങ്ങളൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കഴിയുന്നു അല്ലേ? പപ്പ എനിക്ക് എന്തും വാങ്ങി തരും. പപ്പ പറയുന്നത് ഞാൻ അതേപടി അനുസരിക്കും. പപ്പയെ ഞാൻ വേദനിപ്പിക്കേയില്ല. ഭാഗ്യം. അല്ല, പപ്പ പണിക്ക് പോയതാണോ? ആ, പണിക്ക് പോയതാ. പപ്പ വരുമ്പോഴേക്കും കൊറേ പണികൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ വീട്ടുപണികളൊക്കെ മോട്ടു ചെയ്യൂ? പിന്നില്ലാതെ, എന്നെ കൊണ്ടാവുന്ന പണികളൊക്കെ ഞാൻ ചെയ്യും. ഓ, എന്തായാലും വയറ് അറിഞ്ഞൂട്ടാ. ഇനിയിപ്പോ ഈ കളത്തപ്പ എന്ത് ചെയ്യും? നേരാണല്ലോ. അവിടെ ഇരിക്കട്ടെന്ന് നമുക്ക് പോവാൻ നോക്ക്. അപ്പൊ കളത്തപ്പത്തിന് വെറുതെ വിടാല്ലേ? എങ്കിൽ ശരി കൂട്ടുകാരെ, എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ. ഇനി വരും കേട്ടോ. അതിനെന്താ, നിങ്ങൾക്ക് എപ്പോഴും വരാം. താങ്ക് യു. വരാതിരിക്കാൻ പറ്റൂ? എത്ര പാവപ്പെട്ടവളായാലും മോട്ട് നല്ല സുഖത്തിലാ ജീവിക്കുന്നേ. അതെ അതെ അതെ, നമ്മള് പണക്കാരാണെന്ന് പറഞ്ഞിട്ട് എന്താ? മോട്ടുവിന്റെ വീട്ടിൽ നിന്നല്ലേ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് അടിച്ചത്. പറഞ്ഞത് ശരിയാണ് കേട്ടോ. പണമുണ്ടായിട്ട് കാര്യമില്ല, അത് ചെലവാക്കണം, എങ്കിലേ സുഖമായി ജീവിക്കാൻ പറ്റൂ. എന്റെ വഴിയെത്തി, ഞാൻ പോവാ. എങ്കിൽ നാളെ കാണാം. ശരി ശരി. ദേ, അവനോട് പറയണം പലഹാരങ്ങളൊക്കെ ഒന്ന് വാങ്ങിത്തരാൻ. ചെന്ന് പറയ്, അത് കിട്ടി തന്നെ. അതെ അതെ, ഇപ്പൊ തിന്നത് മെച്ചം. പപ്പീസേ, നമ്മളിങ്ങനെ പഴങ്ങഞ്ഞും കുടിച്ച് നടന്നാ മതി. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളേ. നമ്മുടെ പപ്പന്മാര് ഒരു രൂപ പോലും ചെലവാക്കാതെ
പണം എങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്താ കാര്യം? കുറച്ച് പണമൊക്കെ എവിടെയോ എന്റെ പപ്പ ചെലവാക്കുന്നുണ്ട്. അത് എവിടെ എങ്ങനെയെന്ന് ഒരു പിടിയുമില്ല. ചിലപ്പോ പപ്പീസിന്റെ പപ്പ ഒറ്റയ്ക്ക് വല്ല ഫാസ്റ്റ് ഫുഡിലും കയറി തട്ടുന്നുണ്ടാവും. അങ്ങനെയാകാൻ വഴിയില്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്ന വീട്ടിൽ ഭക്ഷണം കഴിക്കാറ്. കുറച്ച് പണം ഉണ്ടായിരുന്നെങ്കിൽ ഫാസ്റ്റ് ഫുഡിലും ഷോപ്പിംഗ് മാളിലും ഒക്കെ ഒന്ന് കറങ്ങി നടക്കാൻ കൊത്തിയാവും. കുറച്ച് പണം സംഘടിപ്പിച്ച കാര്യം നടന്നേനെ. പണമൊക്കെ ഉണ്ട്, സംഘടിപ്പിച്ചാ മതി. എവിടുന്ന് എങ്ങനെ? അതായത് സംഗതി കുറച്ച് റിസ്ക് ആണ് കേട്ടോ. എന്ത് റിസ്ക്? കാര്യം നടന്ന് നമ്മള് പണവുമായിട്ട് നാട് വിടുന്നു. എനിക്കെന്തോ പേടി. പേടിച്ചു നിന്നാലേ പഴങ്കഞ്ഞും കുടിച്ച് കഴിയേണ്ടി വരും. ഒന്ന് ശ്രമിക്കാം അല്ലേ? ശ്രമിക്കല്ല, നമ്മൾ പ്ലാൻ ചെയ്ത പദ്ധതി നടത്തിയിരിക്കും. ടെൻഷൻ അടിക്കാതെ ഷവർമയും കുബൂസും ഒക്കെ കഴിക്കുമ്പോഴേ ടെൻഷനൊക്കെ മാറും. പിടിക്കപ്പെട്ടാലേ മുതുക് പൊറോട്ടയാകും. ഓ, എന്നെ ഇത്രയും വിശ്വാസമില്ലേ? എങ്കിൽ ഞാൻ പോവാ. ഗംഭീർ, നിക്ക് നിക്ക് നിക്ക്. ഞാൻ റെഡി. ഓക്കേ. ആരെയും കണ്ട തിരിച്ചറിയാതിരുന്നാ മതിയായിരുന്നു. എന്താ എന്താ എത്ര വൈകിയത്? വേഗം വാ, വേഗം വാ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് അകത്തോട്ട് കയറ്. ചെല്ല്. ആരും കണ്ടാൽ തന്നെ അറിയാതിരുന്നാ മതിയായിരുന്നു. മുഖം വെച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. അകത്തേക്ക് കയറ്. ഇപ്പോഴും ശ്വാസം നേരെ വിട്ടു. വേഗം വാതിലടക്കി. എന്റെ അമ്മോ, ആരും കാണാതെ അകത്ത് കയറിയത് തന്നെ ഭാഗ്യം. പപ്പ എപ്പോഴാ വരിക ആർക്കറിയാ? പപ്പ വരുമ്പോഴേക്കും സംഭവം നടക്കണം കേട്ടോ. അല്ല, ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ട്? ഓ ഉണ്ട്, കുറച്ച് പഴഞ്ചോറ് ഇരിപ്പുണ്ട്, വേണോ? ഓ, അത് തിന്ന് മടുത്തിട്ട് ഈ പണിക്കിറങ്ങി. വേഗം നോക്ക്, പപ്പ ഇപ്പൊ എങ്ങാനും വന്നാലുണ്ടല്ലോ നമ്മുടെ കാര്യം പിന്നെ പോക്ക. ഓക്കേ, ഓപ്പറേഷൻ ആരംഭിക്കും. എവിടെയാലും താക്കോൽ പിടി. എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ടെൻഷൻ അടിക്കാതെ പപ്പീസ്, ഇതുവരെയുള്ള നമ്മുടെ പ്ലാനൊക്കെ റെഡി ആയില്ലേ? ഇനി അങ്ങോട്ട് ഓക്കെയാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഈ പണം കൊണ്ടുണ്ടല്ലോ നമുക്ക് കുറച്ച് ദിവസം അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ എന്റെ പപ്പീസെ. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഉണ്ട്, എന്നാലും പറഞ്ഞു നിൽക്കാൻ സമയമില്ല. പപ്പ വരുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം കാര്യാക്കട്ടെ. അപ്പൊ അല്ല, നമ്മൾ ആദ്യം ഞാൻ പണം ഭദ്രമായിട്ട് എവിടെയെങ്കിലും ഒളിപ്പിക്കട്ടെ, ബാക്കി പിന്നെ. ഓക്കെ, അപ്പൊ വന്നിട്ട് കാണാം. എന്താ പപ്പീസ്, എത്ര ഒരു വിഷമം? പ്രോഗ്രസ് കാർഡൊക്കെ കിട്ടിയോ? എന്താ പപ്പീസേ, എന്താ പറ്റിയത്? ബോട്ടു ഇവിടെ ഇരിക്ക്, ഞാൻ ദേ വരുന്നു. അല്ല പപ്പീസേ, എന്താ പറ്റിയത്? എല്ലാം പോയി ബോട്ടു. പപ്പയുടെ സമ്പാദ്യം മുഴുവൻ കള്ളന്മാര് കൊണ്ടുപോയി. എന്താ പപ്പീസേ പറയുന്നേ? എന്താ പപ്പീസ്, എന്താ ഇവിടെ സംഭവിച്ചേ? പപ്പീസ് കരയാണ്ട് കാര്യം പറ. നമ്മുടെ മൊത്തം പണം കള്ളന്മാരെടുത്തോണ്ട് പോയി. ഞാൻ കുളിക്കാൻ ബാത്റൂമിൽ കയറിയ സമയത്താ ഞാൻ വന്നപ്പോ അലമാര തുറന്നു കിടക്കുന്നു. പണമൊക്കെ ആരോ കവർന്നിരുന്നു. ഞാൻ വഴിയിലേക്ക് നോക്കിയപ്പോ മുഖമൂടി ധരിച്ച ഒരാളിങ്ങനെ ഓടിപ്പോണ കണ്ടു. എന്നോട് ക്ഷമിക്ക്, പണം തരാമെന്ന് പറഞ്ഞ് ബോട്ടുവിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടിപ്പോ. ചേട്ടൻ വിഷമിക്കാതെ, എന്റെ കാര്യം പ്രശ്നമല്ല. പക്ഷേ ഇത്രയും പണം. അതൊന്നും സാരമില്ല ബോട്ടു. ഞാൻ സ്വരൂപിച്ചു വെക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം അനാഥ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് കൊടുക്കുമായിരുന്നു. പക്ഷെ
ഇനി ഞാൻ അവർക്ക് എന്ത് കൊടുക്കുമെന്റെ ഈശ്വര? നമുക്ക് എന്തായാലും ഒരു പരാതി കൊടുക്കണം. വേണം, പരാതി കൊടുക്കണം. ആരെടുത്താലും അവര് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. എങ്കിൽ ശരി, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. നമുക്ക് ഇപ്പൊ പോയി എഴുതാം. വരൂ. ഈശ്വര, പരാതി കൊടുക്കാൻ പോണു. എത്ര ദിവസമായി ഗംഭീർ പണവുമായി പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ഇനി പണവുമായി ഗംഭീർ മുങ്ങിക്കാണുവോ? ഇത്രയും വിവേകമില്ലാത്തവനായി പോയല്ലോ പപ്പീസ്. കരയാതെ, സാരമില്ല. നമുക്ക് പണം കണ്ടെത്താൻ വേണ്ട ശ്രമം ലെംബോ സാറ് നടത്തിക്കൊണ്ടിരിക്കുക. മോനെ, മോന്റെ പപ്പ എത്ര നല്ല ആളാണെന്ന് അറിയാമോ? ജോലി ചെയ്ത് കിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം സന്നദ്ധ പ്രവർത്തനത്തിന് മാറ്റിവെച്ച് ലളിത ജീവിതം നയിക്കുന്നു. മനസ്സിലാകും സാർ. ആർഭാടമായി ജീവിക്കാൻ കഴിവുള്ള നിന്റെ പപ്പ ജീവിതം ലളിതമായി നയിച്ച് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറുകയാണ്. ഞാൻ പപ്പയെ തെറ്റിദ്ധരിച്ചു. പപ്പയുടെ പണം കവർന്നു. പപ്പയെ വഞ്ചിച്ചു. എനിക്ക് കരയാതെ മോനെ, നമുക്ക് പപ്പയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയാം. വാ, ഞാനും വരാം നിന്റെ കൂടെ. നടക്ക്. സാറേ, എന്നോട് എന്റെ പപ്പ ക്ഷമിക്കുമോ? പിന്നില്ലാതെ. പപ്പീസ് തെറ്റ് മനസ്സിലാക്കി തെറ്റേറ്റ് പറയാൻ തയ്യാറായാൽ പപ്പയ്ക്ക് സന്തോഷമാകും. ചതിയാ, എന്നെയും പപ്പയെയും ചതിച്ച്. ഇവനെ ഫോട്ടോ നിന്നിട്ട് നിന്ന് മോഹം. അല്ല, ഇവൻ എവിടെ നിന്ന് കിട്ടി? ഏഴിമല ടൗണിൽ നിന്നും പിടിച്ചതാ. ലാവിഷ് ഫുഡ്, ലാവിഷ് ഷോപ്പിംഗ്. സംശയം തോന്നിയപ്പോഴേ ഷാഡോ പോലീസ് എന്നെ വിളിച്ചു. എന്താ ഗംഭീർ ഇതൊക്കെ? തെറ്റ് പറ്റിപ്പോയി സാറേ. പണം കുറച്ച് ചെലവാക്കി. ബാക്കി പണം ഭദ്രമായി ബാഗിലുണ്ട്. ഗംഭീർ മോഷ്ടിച്ചത് പപ്പീസിന്റെ പപ്പയുടെ പണം മാത്രമല്ല, അനേകം കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാനുള്ള പണം കൂടിയാ. സാറേ, ഞാൻ ഇവൻ എന്ത് ചെയ്യണം? പോട്ടെ സാറേ, ചെയ്തത് വലിയ തെറ്റാണെന്ന് രണ്ടു പേർക്കും മനസ്സിലായി. ഈ ബാക്കി പണം ഇവർ രണ്ടുപേരും കൂടി പപ്പീസിന്റെ പപ്പയെ ഏൽപ്പിക്കട്ടെ. ഏൽപ്പിക്കാൻ സാറേ. ഞാൻ എടുത്ത് ചെലവാക്കിയ പണം എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു തരും. ഈ വക പരിപാടിയുമായി കണ്ടാലുണ്ടല്ലോ, എന്റെ സ്വഭാവം നിനക്കൊന്നും ശരിക്കും അറിയില്ല. അപ്പോ ശരി സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, വീണ്ടും കാണാം. ക്ഷമിക്കണം സാറേ. സാറേ, ഞങ്ങളോട് പൊറുക്കണം സാറേ. ഇനി ഞങ്ങൾ നല്ലവരാകും സാർ. നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള നാളുകളിൽ നല്ല കുട്ടികളായി ജീവിക്കാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഭവങ്ങളുടെ ലോകത്തിൽ നിന്നും ഇനി നമ്മൾ സന്ദേശങ്ങളുടെ ലോകത്തിലേക്ക്. ദാ നമ്മെ കാത്ത് ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ടിങ്കു അവൻ്റെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ടിങ്കുവിനോട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അല്ലേ? ടിങ്കു, എന്താ അങ്ങളെ? ഇന്നെന്താ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് നിനക്ക് പറയാനായിട്ടുള്ളത്? ഞാൻ ഇന്നൊരു പാട്ട് പഠിച്ചതിനെ കുറിച്ച്. നീ ഒരു പാട്ട് പഠിച്ചല്ലേ? ഓക്കെ, ഏത് പാട്ടാണ് പഠിച്ചത്? നല്ല ഇടയൻ്റെ പാട്ട്. നല്ല ഇടയൻ്റെ പാട്ടാണ് നമ്മുടെ ടിങ്കു നമുക്ക് വേണ്ടി പഠിച്ചിരിക്കുന്നത്. ആട്ടെ, എവിടെ നിന്നാണ് ആ പാട്ട് പഠിച്ചത്? ഞാൻ സൺഡേ ക്ലാസ്സിൽ. സൺഡേ ക്ലാസ്സിൽ പോയപ്പോഴാണ് അവൻ ആ പാട്ട് പഠിച്ചിരിക്കുന്നത്. ആട്ടെ, സൺഡേ ക്ലാസ്സിൽ ചെന്നാൽ നമുക്ക് നല്ല പാട്ടുകൾ പഠിക്കാൻ പറ്റും, നല്ല വചനങ്ങൾ പഠിക്കാൻ പറ്റും, മാത്രവുമല്ല നല്ല കഥകളെല്ലാം പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ടിങ്കു സൺഡേ ക്ലാസ്സിൽ പോയി പഠിച്ച പാട്ട് നമുക്കൊന്ന് കേട്ട് കളയാം അല്ലേ? ഓക്കെ അങ്കിൾ, ഞാൻ കാണാം. ഓക്കെ, റെഡി? 1 2. നീ ചാടിക്കയറി പറയരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ 1 2 3 എന്ന് അങ്കിൾ പറയും, എന്നിട്ട് നീ പാട്ട് പാടണം. ഓക്കെ അങ്കിൾ. റെഡി? 1 2.
ഞാൻ പറഞ്ഞില്ല നിന്നോട് അങ്ങനെ ചെയ്യരുതെന്ന്. നിങ്ങളെങ്ങനെയാണോ ഉള്ളത്? നല്ല അനുസരണമുള്ള കുട്ടികളായിരിക്കണം അല്ലേ? ഞാൻ അങ്ങനെ ചെയ്യാം അങ്കിൾ. ഓക്കെ ടിങ്കുവിനെ തെറ്റിക്കത്തില്ല കേട്ടോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. നല്ല 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 ഇടയൻ ആ യേശുനായകൻ. ആ നല്ല 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 ഇടയൻ ആ യേശുനായകൻ. ഓ, നല്ല പാട്ടാണല്ലോ. എന്ന് എന്നെ ഒറ്റിടും, ആ എന്ന് എന്നെ കരുതിടും, ആ എന്ന് എന്നെ നടത്തിടും ആ ആ നല്ല ഇടയൻ. ഓക്കെ ടിങ്കു, നല്ല പാട്ടായിരുന്നു കേട്ടോ. താങ്ക് യു അങ്കിൾ, താങ്ക് യു അങ്കിൾ. ഓക്കെ, ടിങ്കു പാടിയ പാട്ടിൽ ഒരു നല്ല ഇടയനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇടയന്മാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ടിങ്കുവിന്? എനിക്കറിയാം. എന്താ ഇടയന്മാർ എന്ന് പറഞ്ഞാൽ? ആടുകളെ ആ മേയ്ക്കുന്നവർ. ആ ആടുകളെ മേയ്ക്കുന്നവർ. ഇടയന്മാർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താ അങ്കിൾ ഉത്തരവാദിത്തങ്ങൾ? ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കണം, അതുപോലെ തന്നെ വെള്ളം കൊടുക്കണം, നല്ല സ്ഥലത്ത് കിടത്തണം. മാത്രവുമല്ല, ഈ മൃഗങ്ങളെ, ഈ ആടുകളെ പിടിക്കുവാനായിട്ട് കാട്ടിലെ മൃഗങ്ങൾ കടന്നു വരും, സിംഹവും കരടിയുമെല്ലാം. അയ്യോ അങ്കിൾ. എന്നാൽ നല്ല ഇടയൻ അതിൽ നിന്നെല്ലാം ആടുകളെ സംരക്ഷിക്കും. അപ്പോൾ എത്രയോ ഉത്തരവാദിത്വം ഉണ്ടല്ലേ? അതെ അങ്കിൾ, അതെ അങ്കിൾ. അതുമാത്രവുമല്ല, വെയിൽ കൊള്ളേണ്ടതായിട്ട് വരും, രാത്രി മഞ്ഞ് നനയേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് കഷ്ടതകൾ സഹിച്ചിട്ടാണ് ഒരു നല്ല ഇടയനായിട്ട് മാറുന്നത്. ബൈബിളിൽ ഒരുപാട് നല്ല ഇടയന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരാ അങ്കിൾ? നിനക്കറിയത്തില്ലേ? ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ. ഓക്കെ, ആരെക്കുറിച്ച് നിനക്ക് ഓർമ്മ വരുന്നത്? ആശയെക്കുറിച്ച്. മോശ നല്ല ഇടയനായിരുന്നു. ആടുകളെ മേയ്ക്കുന്ന സമയത്താണ് ദൈവം അവനെ ഇസ്രയേലിനെ വിടുവിക്കുവാനായിട്ട് ക്ഷണിച്ചത്. അതെ അങ്കിൾ. പിന്നെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ആരത്? ദാവീദ്. ദാവീദ് നല്ലൊരു ഇടയനായിരുന്നു അല്ലേ? ദാവീദ് ആടുകളെ മേയ്ക്കുന്ന സമയത്ത് ദാവീദിൻ്റെ ആടുകളെ പിടിക്കുവാനായിട്ട് സിംഹവും കരടിയും കടന്നു വന്നു. എന്നാൽ ദാവീദ് അവയെ തോൽപ്പിച്ച് തൻ്റെ കുഞ്ഞാടുകളെ സംരക്ഷിച്ചു. അതെനിക്ക് അറിയാം അങ്കിൾ. പിന്നീട് ആരെയും അറിയുന്നത്? യാക്കോബ്. യാക്കോബും ആടുകളെയൊക്കെ മേയിച്ചെന്ന് നമുക്കറിയാം അല്ലേ? ആടുകളെ നല്ല രീതിയിൽ നന്നായിട്ട് മേയിച്ച ഒരു ഇടയനാണ് യാക്കോബ് എന്ന് പറയുന്നത്. അങ്കിൾ. ഓക്കെ, അപ്പം ഈ നല്ല ഇടയനെ നമ്മുടെ ജീവിതത്തിലും നാം തിരിച്ചറിയണം. മനുഷ്യരെ ദൈവം വിധിച്ചിരിക്കുന്നത് നല്ല ഇടയനായിട്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഞാനും പാടിയത് അത് തന്നെയാ. അതെ, ടിങ്കു പാടിയത് അത് തന്നെയാണ്. നല്ല ഇടയനായിരിക്കുന്ന യേശു കർത്താവ്. യേശു കർത്താവ് എങ്ങനെയാണ് നല്ല ഇടയനായിട്ട് മാറിയത്? അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ശരിയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മളെ എന്നും പരിപാലിക്കുന്ന നല്ല ഇടയനാണ് യേശു കർത്താവ്. മാത്രമല്ല, പിന്നെ എന്താണ്? ഈ യേശു കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു. അത് ശരിയാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. തീർച്ചയായിട്ടും മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് സ്വന്തം ജീവൻ നൽകി നമ്മെ രക്ഷിക്കുന്ന നല്ല ഇടയനാണ് ഈ യേശു കർത്താവ്. ഈ യേശു കർത്താവിൻ്റെ നല്ല മക്കളായി അവനെ സ്നേഹിച്ച്, അവനെ അനുസരിച്ച്, അവൻ്റെ ആ പാതയിൽ പിന്തുടർന്ന് നമ്മുടെ ജീവിതം നയിക്കുവാൻ സർവശക്തൻ നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കളിയാട്ടങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഒരു വാരം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.